എല്ലാ യുദ്ധങ്ങളും തുറന്ന മുറിവുകളാണ്. യുക്രൈൻ യുദ്ധത്തിൽ പരിക്കേറ്റവരെ ചികിത്സിച്ച ചീഫ് സർജൻ സെർജി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണിത്. യുദ്ധത്തിലെ അതിജീവിതരെ കാത്തിരിക്കുന്നത് മാറാ രോഗങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് എന്നത് പല ഉദാഹരണങ്ങളിലൂടെയും നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. യുദ്ധമുണ്ടാക്കുന്ന മാനസികവും ശാരീരികവുമായ മുറിവുകൾക്കും നഷ്ടങ്ങൾക്കും പുറമെയാണ് രോഗങ്ങളാൽ ചുറ്റപ്പെട്ട അടുത്ത ഘട്ടം. ഒരു യുദ്ധമുണ്ടായാൽ അതിൽ കൊല്ലപ്പെട്ടവർ എത്ര എന്ന് കൃത്യമായി കണക്ക് പറയാനാവില്ല. പലപ്പോഴും യുദ്ധത്തിൽ നേരിട്ടിട്ടുള്ള ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരാണ് കണക്കുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവുക. യുദ്ധത്തെ തുടർന്നുണ്ടാകുന്ന പകർച്ചവ്യാധികളിലും പട്ടിണിയിലുമൊക്കെ മരണമടയുന്നവരെ മനഃപൂർവ്വം അങ്ങ് മറന്നുകളയും. ഹിരോഷിമയിലെയും നാഗസാക്കിയിലുമൊക്കെ മരണക്കണക്ക് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. വിയറ്റ്നാം യുദ്ധത്തിൽ 30 ലക്ഷമാണ് റെക്കോർഡുകളിലെ മരണനിരക്ക്. എന്നാൽ വെടിമരുന്നുമായി നേരിട്ടോ അല്ലാതെയോ ഉണ്ടായ സമ്പർക്കം മൂലം 42,000 പേർ യുദ്ധത്തിന് ശേഷം മരണമടഞ്ഞു. US ഉപയോഗിച്ച 15 മില്യൺ ടൺ സ്ഫോടക വസ്തുക്കളിൽ 8 ലക്ഷം ടൺ ഇപ്പോഴും വിയറ്റ്നാമിന്റെ മണ്ണിനെയും അന്തരീക്ഷത്തെയും മലിനമാക്കുന്നുണ്ട്. സമാന അവസ്ഥ തന്നെയാണ് ഗസയിലും സംഭവിക്കാനിരിക്കുന്നത്. വെടിനിർത്തൽ പ്രാബല്യത്തിലായെങ്കിലും ഗസയിൽ യുദ്ധം അവശേഷിപ്പിച്ച മുറിവുകൾ ഉണങ്ങാൻ ചിലപ്പോൾ നൂറ്റാണ്ടുകൾ തന്നെ വേണ്ടി വന്നേക്കാം. യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന വെടിക്കോപ്പുകളിൽ നിന്നും മറ്റ് മാരകായുധങ്ങളിൽ നിന്നുമൊക്കെ ഉണ്ടാക്കുന്ന മൈക്രോബുകളാണ് ഇനി ഗസയിൽ വില്ലനാകാൻ പോകുന്നത്. പരിഹാരമില്ല എന്ന് തന്നെ കരുതാവുന്ന തരത്തിൽ ആന്റി മൈക്രോബിയൻ റെസിസ്റ്റൻസിന്റെ ഒരു തരംഗം തന്നെ ഗസയിൽ ഉണ്ടായേക്കാം. വൈറസ്, ഫംഗസ് തുടങ്ങിയ മൈക്രോബുകൾ ഭയാനകമായ രീതിയിൽ പ്രതിരോധശേഷി നേരിടുന്ന അവസ്ഥയാണ് ആന്റി മൈക്രോബിയൻ റെസിസ്റ്റൻസ് അഥവാ AMR. മരുന്നുകൾക്കും പ്രതിരോധ കുത്തിവയ്പ്പുകൾക്കും ഒന്നും തടയാനാവാത്ത വിധം ഈ മൈക്രോബുകൾ ശക്തി പ്രാപിക്കുന്ന അവസ്ഥയാണിത്. ആഗോളതലത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ സൃഷ്ടിക്കാൻ പോലും AMR-നാകും. അപകടരഹിതമാം വിധം ശക്തി ആർജിച്ചാൽ പിന്നീട് മൈക്രോബുകൾ സൂപ്പർ ബഗുകളാണ്. നിലവിൽ ലോകത്തെ വികസിപ്പിച്ചിട്ടുള്ള മരുന്നുകൾക്കൊന്നും തന്നെ ഇവയെ തകർക്കാനാവില്ല. ചികിത്സിച്ച് ഭേദമാക്കാൻ നേരത്തെ സാധിക്കുമായിരുന്ന അസുഖങ്ങൾക്കും മുറിവുകൾക്കും പിന്നീട് പ്രതിവിധിയെ ഉണ്ടാകില്ല. യുദ്ധത്തിന് പിന്നാലെ ലക്ഷക്കണക്കിന് നിസ്സഹായർ പിന്നെയും മരണപ്പട്ടികയിൽ ഇടം നേടും. ഗസയിൽ ആന്റി മൈക്രോബിയൻ റെസിസ്റ്റൻസ് നേരത്തെ തന്നെ തുടങ്ങിയെന്നാണ് ലാൻസെറ്റ് അടക്കം നടത്തിയ പഠനങ്ങൾ പറഞ്ഞു വെക്കുന്നത്. യുദ്ധത്തിനു മുൻപ് തന്നെ ആന്റിബയോട്ടിക്കുകളുടെ അമിതോപയോഗവും മരുന്നുകൾക്കായുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്തതുമെല്ലാം ഇതിലേക്ക് നയിച്ചിട്ടുണ്ട്. യുദ്ധം കൂടി എത്തിയപ്പോൾ സ്ഥിതി കൂടുതൽ വഷളായി. തുടരെയുള്ള സൈനിക ആക്രമണങ്ങളും അവശ്യ വസ്തുക്കളുടെ വിലക്കും ആശുപത്രികളുടെ തകർച്ചയുമെല്ലാം ഗസയിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ആന്റി മൈക്രോബിയൻ റെസിസ്റ്റൻസ് വർദ്ധിപ്പിച്ചു. മുറിവുകൾ ഭേദമാകാതെ പഴുക്കുന്നതിലേക്കടക്കം പോയത് മൈക്രോബുകൾക്ക് വളരാൻ കൂടുതൽ സൗകര്യമുണ്ടാക്കുകയാണ് ചെയ്തത്. 2018 ദ ഗ്രേറ്റ് മാർച്ച് ഓഫ് റിട്ടേണിന്റെ സമയത്ത് വെടിയേറ്റ മുറിവുകളുമായി എത്തിയ 2000 പേർക്കെങ്കിലും AMR അണുബാധ ഉണ്ടായിരുന്നു. അല്ലൗദ ആശുപത്രിയിൽ എല്ല് സംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സയിലുള്ള രോഗികളിൽ 70% പേരിലും മരുന്നുകൾ ഒരു വിധേയനെയും ഏൽക്കാത്തത്ര പ്രതിരോധശേഷിയുള്ള മൈക്രോബുകളെയാണ് കണ്ടെത്തിയത്. ചികിത്സാ സൗകര്യങ്ങളുടെ ലഭ്യതക്കുറവ് ഈ അവസ്ഥയ്ക്ക് വലിയൊരു കാരണമായിരുന്നു. വാക്സിനേഷൻ പ്രോഗ്രാമുകൾ ഉണ്ടാകുന്ന വീഴ്ചയാണ് AMR-ന് വഴിവെക്കുന്ന മറ്റൊരു ഘടകം. ഗസ പോലെയുള്ള യുദ്ധമുഖങ്ങളിൽ വാക്സിനുകളുടെ ലഭ്യതക്കുറവ് ഇൻഫെക്ഷനുകൾക്ക് വഴിവെക്കും. ഭേദമാകാത്ത മുറിവുകളിലിരുന്ന് മൈക്രോബുകൾ വളരുകയും ചെയ്യും. വൃത്തിയില്ലാത്ത ജീവിത സാഹചര്യവും മൈക്രോബുകൾ പ്രതിരോധശേഷി നേടി വളരുന്നതിന് വലിയ കാരണമാണ്.